ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. ബാക്കിയിൽ നിന്ന് ഭയങ്കര വെയിലാണ്. വെയിലിങ്ങനെ സമയം ഇപ്പോൾ ഇവിടെ 5 മണി കഴിഞ്ഞു. പക്ഷേ നല്ല വെയിലാണ്. ഒരു 9 മണി വരെയൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനായിട്ട് നല്ലൊരു ടൈമാണ്. അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളങ്ങോട്ട് കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയുക. വീഡിയോ കണ്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഇതിങ്ങനെ ഒരു ഹില്ലി ഏരിയ കേട്ടോ. ഇങ്ങനെ എന്താ പറയണേ, കുന്നുകളാണ്, ചെറിയ ചെറിയ കുന്നുകൾ. പക്ഷേ ആ കുന്നുകളെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ ആണ് ഇവിടുത്തെ എല്ലാ വീടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണത് സാധാരണ നമ്മളൊരു ഹൈറ്റുള്ളൊരു ഏരിയ ആണെങ്കിൽ അവിടുത്തെ മുഴുവൻ മണ്ണൊക്കെ എടുത്തിട്ട് അതിനെ ആ ഭൂമിനെ തന്നെ മാറ്റിയിട്ട് നമ്മൾ വേറെ രീതിയിലേക്ക് അതിനാക്കും. ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഭൂമി ഏത് രീതിയിലാണോ ഉള്ളത് ആ ഭൂമിനെ അതുപോലെ തന്നെ നിർത്തിയിട്ട് മനോഹരമായിട്ട് അതിനെ വേറൊരു രീതിയിലേക്ക് ഭംഗിയുള്ള വീടുകൾ അതിനെ പണിത് നല്ല ഭംഗിയാക്കി ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് സ്ഥലങ്ങളും വീടുകളൊക്കെ അതുപോലെ നല്ല ഹൈറ്റിലുള്ളതുണ്ട്. ഇനി തുടരെയുള്ള വീഡിയോയിൽ ഞാനതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. കുറച്ചൊരു കയറ്റമാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി. അതുകൊണ്ടാണ് ഇങ്ങനെ അണക്കണത്. അപ്പോൾ ഇനിയൊരു 1 മണിക്കൂർ ഒന്ന് നടന്നുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അണച്ച് സെറ്റാവും. അപ്പം നമ്മുടെ കുറേ കലോറി, കുറേ ഫാറ്റൊക്കെ ബേണായി പോവും. അതിന് വേണ്ടിയിട്ടാണ് ഈ നടത്തം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കാണാമോ, നല്ല ഭംഗിയുള്ള സൂര്യകാന്തി പൂക്കൾ പോലത്തെ നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇത് ചുമ്മാ റോഡിലിങ്ങനെ എന്താ പറയണേ, കാട് പോലെ ഉണ്ടായി നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇതിവിടെ ഉള്ളൊരു എന്താ പറയണേ, ഈ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോമാണ്. ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ, അവർക്ക് വേണ്ട ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കേട്ടോ. പിന്നെ ഇനിയുള്ള കാഴ്ചയാണ് ഭയങ്കര രസമുള്ള കാഴ്ച. ഞാൻ പറയണ പോലെയല്ല, ഞാൻ വീഡിയോ ക്യാമറ ഒന്ന് തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. ഇതാ എൻ്റെ ബാക്കിൽ കാണണത്, അവിടെ നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, ദൂരെ കണ്ടോ കാറ്റാടി. നമ്മുടെ നാട്ടിലൊക്കെ കാറ്റാടി പാടങ്ങൾ തമിഴ്നാട് ഏരിയയിലേക്കല്ലേ കുറേ കാറ്റാടി. നമ്മൾ മൂന്നാറൊക്കെ ചെന്നിട്ട് തമിഴ്നാട് സൈഡിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ കാറ്റാടി പാടങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ കുറേ കാറ്റാടികൾ ഇത് ഇങ്ങനെ അങ്ങ് ദൂരെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് നന്നായിട്ടത് ക്യാമറയിൽ സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ ക്ലിയർ ആണോയെന്നറിയില്ല, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കാണാം കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാട്ടോ ഇത്. ഇവിടെ വന്ന് നിന്ന് എന്ത് ഭംഗിയുള്ളൊരു കാറ്റാണെന്നറിയോ, നല്ല സുഖമുള്ളൊരു കാറ്റാട്ടോ. ആ കാറ്റ് ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ ഈ വഴിക്കേക്കടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ പറയണേ, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സായിട്ട് നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കാഴ്ചയും നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റുമാണ് കേട്ടോ. അപ്പം ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 4 കിലോമീറ്റർ വരെ അങ്ങനെ ഈ വഴി മെയിൻ റോഡ് വരെ കിടക്കുവാണ്. അപ്പം നമുക്കിങ്ങനെ നടന്ന് ഈ വഴിക്കിടെ ഇങ്ങനെ പോവാം. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ നടക്കട്ടെ. അപ്പോൾ അതാ ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഇങ്ങനെ നിറയെ പച്ചപ്പുല്ല് വിരിച്ച ഒരു കുറേ വലിയൊരു ഏരിയ. അതിൻ്റെ മുകളിലായിട്ട് കുറേ വീടുകളുണ്ട് കേട്ടോ. അതെല്ലാം ആ മലയുടെ മുകളിലാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, മലയുടെ ആ കൺസ്ട്രക്ഷൻ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിനെല്ലാം മണ്ണിനെ നശിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ പൊക്കത്തായിട്ടാണ് ഈ വീടുകളൊക്കെ ഉള്ളത്.
അപ്പോൾ ഇതാണ് ഒരു വീട്. അതൊക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ ആ വീടൊക്കെ ഇരിക്കണത്. അങ്ങനെ കേട്ടോ. ഈ നിൽക്കണത് ഒരു ആപ്പിൾ മരമാണ് കേട്ടോ. അതിനകത്ത് ആപ്പിളൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം ഇനിയിപ്പോൾ വിൻ്റർ തുടങ്ങാറാകുമ്പോഴത്തേക്ക് അതെല്ലാം കൊഴിഞ്ഞു തുടങ്ങും. അങ്ങനെ കേട്ടോ. അവിടെ ഒരു സിറ്റിംഗ് ഏരിയയാണ്. ഈ സമ്മർ സമയത്തൊക്കെ ഇവിടെ എല്ലാവരും പുറത്തൊക്കെ ഇങ്ങനെ കസേര ഇട്ടിരുന്ന് ഗ്രിൽ പാർട്ടി നടത്തും. ഗ്രില്ല് ചെയ്ത് കഴിക്കാനും അവർക്ക് അവരുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ അവർ ഇങ്ങനെ പുറത്ത് ഒരു ഏരിയയിൽ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ദൂരെയാണല്ലേ ക്യാമറ. ഇപ്പം ലൈറ്റ് കറക്റ്റല്ല, കാണാമോ? അപ്പോൾ ഇങ്ങനെ ആ വഴി ഇങ്ങനെ പോകട്ടെ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വഴിയുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളിവിടെ നടക്കാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് മേളിൽ കാടുണ്ട് കേട്ടോ. അപ്പോൾ കാട്ടിൽ നിന്ന് ഇങ്ങനെ മാനൊക്കെ ഇറങ്ങി വരും. ഇവിടെ മാന്, മ്ലാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ വരുമ്പോൾ താഴെ കാട്ടിലായിട്ട് ഇങ്ങനെ ഒരു മാന്, വലിപ്പമൊന്നുമില്ല, പക്ഷേ അത് നമ്മുടെ ഒച്ച കേൾക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് എണീറ്റ് നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ നടക്കണം, എൻ്റെ ചെരുപ്പിൻ്റെ ഷൂവിൻ്റെ ഒച്ച കേട്ടപ്പോൾ ആളിങ്ങനെ പെട്ടെന്ന് എണീറ്റ് നിന്നൊന്ന് തലപൊക്കി ഇങ്ങനെ നോക്കി. എന്നിട്ട് അത് പിന്നെ ആ കാട്ടിലോട്ട് അങ്ങ് ഓടിപ്പോയിട്ടോ. ഞാൻ അടുത്ത് ചെന്ന് വീഡിയോ എടുക്കണം എന്ന് ഓർത്തിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്കും പുള്ളി സ്ഥലം വിട്ടു. അപ്പോൾ അങ്ങനെ കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ, നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടന്നു വരുമ്പോൾ ഒരു മാനിനെയൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഇനി ഞാൻ കാണുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ വീഡിയോയിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. വീഡിയോ വരുമ്പോൾ അവർ നമ്മുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അവർ വിട്ടുപോകും. അപ്പോൾ കണ്ട വീടുകളൊക്കെ കണ്ട, അടിപൊളിയല്ലേ, നല്ല രസമല്ലേ നോക്കി. നമ്മൾ എന്താ പറയുക, അത്ര ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസം നടക്കാനായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും പല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരല്ലേ. ഒരാൾക്ക് മാത്രം ടെൻഷന് അല്ലെങ്കിൽ ഒരാൾക്ക് ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെപ്പോഴും മൈൻഡ് നമ്മുടെ ഡിസ്റ്റർബ് ആയിരിക്കും അല്ലേ, എന്നും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല ഫ്രഷ് എയർ ഒന്ന് ശ്വസിക്കുക, കുറേ കാറ്റ് കൊള്ളുക, നല്ല കാഴ്ചകൾ കാണുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവില്ലേ. അപ്പം ഞാൻ ചെയ്യണ കുഞ്ഞു സൂത്രം അങ്ങനെയൊക്കെ ആട്ടോ. എന്ന് വെച്ച് എപ്പോഴും ടെൻഷനാണെന്നൊന്നും അല്ല കേട്ടോ, മനുഷ്യനല്ലേ, നമുക്ക് ഇടയ്ക്കൊക്കെ ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. സന്തോഷമായിട്ടിരിക്കും എല്ലാവരും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.